Many more happy returns of the day. Wishing you a very happy birthday, Ramya. എന്താ എന്താ നിങ്ങൾ എല്ലാരും ചിരിക്കുന്ന? എന്താ രാജു, എന്താ കാര്യം പറ. ഹൃതികേച്ചി, ഇന്ന് രമ്യ ചേച്ചിയുടെ ബർത്ത്ഡേ ഒന്നും അല്ല അല്ലേ? എന്താ രാജു ഇതൊക്കെ? രമ്യയുടെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞല്ലേ രാജു എന്നെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത്. എന്നിട്ടെന്താ എല്ലാവരും എന്നെ നോക്കി ചിരിക്കുന്നത്? അതെ ഋതിക മാഡം, ഞങ്ങൾ ഈ ഒരുക്കങ്ങളൊക്കെ നടത്തിയിരിക്കുന്നത് ആർക്ക് വേണ്ടിയാണെന്നാ മാഡം കരുതിയിരിക്കുന്നത്? ആർക്ക് വേണ്ടിയാ? ഋതിക മോൾക്ക് വേണ്ടി. ഇന്ന് മോളുടെ പിറന്നാളല്ലേ? ഋതിക മാഡത്തിന് ഈ രാജുവിന്റെയും കുടുംബത്തിന്റെയും 1000 പിറന്നാൾ ആശംസകൾ. ഋതിക, ആ കൈ വന്നേ. എനിക്ക് തന്നെ വിഷയം ഞാനങ്ങ് തിരിച്ചു തരട്ടെ. അപ്പൊ മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. താങ്ക് യു രമ്യ. എന്റെ മോൾക്ക് രാധമ്മയുടെ വക സ്നേഹം കൊണ്ട് പൊതിഞ്ഞ പിറന്നാൾ ആശംസകൾ. താങ്ക് യു രാധമ്മ. ഋതു, ഹാപ്പി ബർത്ത്ഡേ ഋതു. താങ്ക് യു ശ്രീ. ഹാപ്പി ബർത്ത്ഡേ ഋതിക മാഡം. താങ്ക് യു ചേച്ചി. ഹാപ്പി ബർത്ത്ഡേ ചേച്ചി. താങ്ക് യു ഐശുക്കുട്ടി. 1000 പൂർണ്ണേന്ദ്രന്മാരെ കാണാനുള്ള ഭാഗ്യം നൽകി ദൈവം മോളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു അങ്കിൾ. ആ ഋതിക മാഡം, അപ്പൊ നമുക്ക് കേക്ക് മുറിച്ചാലോ? വരട്ടെ. അതിനു മുൻപേ എന്റെ വക ഋതിക മാഡത്തിന് ഒരു പിറന്നാൾ സമ്മാനം ഉണ്ട്. എന്ത് സമ്മാനം? ആ, അതൊക്കെ ഉണ്ട്. ഋതിക മാഡം വാ. വാ ഋതു. ചേച്ചി വന്നേ, കേക്ക് എടുത്ത് വെക്കാം. ബർത്ത്ഡേ ഗിഫ്റ്റ് ഉഗ്രനായിട്ടില്ല. അതെ അതെ, നില ഉദിച്ചു വരുന്ന പോലെയുണ്ട്. വാ മോളെ. ഋതിക മാഡം, നമുക്ക് കേക്ക് കട്ടിയാം. മോളെ മോനെ കത്തിക്ക്. രാധമ്മേ, അങ്കിൾ. ആ രാജു, ശ്രീ, ഐശുട്ടി.
വീട്ടില് എന്റെ അച്ഛൻ എന്റെ പിറന്നാൾ ആഘോഷിക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാവരെയും ഞാൻ ക്ഷണിക്കുക. നിങ്ങൾ എല്ലാവരും വരണം. നിങ്ങളായിരിക്കും എന്റെ സ്പെഷ്യൽ ഗസ്റ്റ്. മോള് നാളെ വിവാഹ നിശ്ചയം നടക്കാൻ പോകുന്നെന്ന് ഈ പാവത്തിന് അറിയില്ലല്ലോ. എന്താ ആരും ഒന്നും മിണ്ടാത്തത്? അല്ല, അങ്ങോട്ട് വരുന്നത് അംബിക മാഡത്തിനും ദീപക്കിനും ഒക്കെ ഇഷ്ടാവോ? അതൊന്നും ഓർത്ത് അങ്ങള് ടെൻഷൻ ആവണ്ട. ദേ, ഞാൻ എന്റെ സ്നേഹം കൊണ്ട് ക്ഷണിക്കുന്നതാ. നിങ്ങള് വരാതിരുന്ന എനിക്ക് വിഷമാവും. എല്ലാവരും എത്തണം. അപ്പോ രാത്രിയില് യാത്ര പറയുന്നില്ല. സമയം ഒരുപാട് വൈകി. ശരി മോളെ, നിങ്ങൾ ഇറങ്ങ്. നാളെ ഞങ്ങൾ ഉറപ്പായിട്ടും എത്താം. താങ്ക് യു രാധമ്മേ. അച്ഛാ ഇറങ്ങട്ടെ. നിങ്ങൾ പോയിട്ട് വാ. ഇറങ്ങട്ടെ. ശ്രീ ബൈ. ബൈ. തിരുമേനി, ഇന്ന് രതിക മാഡത്തിന്റെ പിറന്നാളാ. അറിയില്ലേ? മിനിസ്റ്ററുടെ മകള്. വർമ്മ സാറിന്റെ മകളല്ലേ? അറിയാം. കുട്ടിയുടെ പേരിൽ പുഷ്പാഞ്ജലിയും ക്ഷീരധാരയും നടത്തുന്നത് ഉത്തമമാണ്. പായസം നേർച്ചയാവാം. ഓ, അപ്പുറത്തുനിന്ന് രസീത് വാങ്ങി പ്രദക്ഷിണം നടത്തി വന്നോളൂ. ഓ ശരി തിരുമേനി. മാഡം, ക്ഷേത്രം വല്ലം വെച്ചിട്ട് വന്നോളൂ. ഞാൻ പൂജയ്ക്കുള്ള രസീത് മേടിച്ചിട്ട് വരാം. ശരി രാജു. ബാക്കിക്ക് എണ്ണ എടുത്തോളാം. ഋതിക വർമ്മ, നക്ഷത്രം കാർത്തിക, ഒരു പുഷ്പാഞ്ജലി, ക്ഷീരധാര, പിന്നെ ഒരു പായസം കിട്ടും. രാജു ഇത് എവിടെ വന്നു? ഞാൻ പൂജകൾക്കുള്ള രസീത് കൊടുത്തിട്ട് മാഡത്തിനെ നോക്കി വന്നതാ. ശരി, വാ രാജു. എനിക്ക് ഒരുപാട് സന്തോഷമുള്ള ദിവസം ഇന്ന്. അച്ഛൻ ആദ്യമായി എന്റെ പിറന്നാൾ ആഘോഷിക്കാൻ പോവാ. പിറന്നാൾ ആഘോഷത്തിന് ശേഷം വിവാഹ നിശ്ചയം നടക്കാൻ പോകുന്നുള്ള കാര്യം പാവം ഋതിക മാഡത്തിന് അറിയില്ല. ഇങ്ങനെ വലിയൊരു സന്തോഷം എനിക്ക് തന്നതിന് 1000 നന്ദി ദൈവമേ. എന്തൊക്കെ ആ സമയത്ത് നടക്കാൻ പോകുന്നെന്ന് എനിക്കറിയില്ല. എല്ലാം മംഗളമാക്കണേ. ദീർഘാരോഗ്യ ഐശ്വര്യ
അഭിവൃദ്ധ്യാന അഹം പ്രാപ്തയാമി. ജഗദീശ്വരൻ എല്ലാ ഐശ്വര്യങ്ങളും നൽകി അനുഗ്രഹിക്കട്ടെ. പഞ്ചാക്ഷരി മന്ത്രം ഉരുവിട്ടുകൊണ്ട് അല്പസമയം ക്ഷേത്ര പരിസരത്തിരുന്നോളൂ. ചെന്നോളൂ. ശരി തിരുമേനി. ആ രാജു, ആ. എനിക്ക് ഒരു വഴിപാടും കൂടി ഉണ്ട്. വഴിപാടൊക്കെ നമ്മൾ കഴിപ്പിച്ചല്ലേ? വഴിപാടെന്ന് പറഞ്ഞാ ഇതൊരു നേർച്ചയാ. എന്ത് നേർച്ച? ഋതിക മാഡം ഇനി എന്റെ തല മുട്ടടിക്കാൻ എന്നെങ്ങാനും നേർന്നിരിക്കുകയാണോ? എന്താ ഞാൻ എങ്ങനെ നേർന്ന? എനിക്ക് വേണ്ടി രാജു അത് ചെയ്യില്ലേ? ഋതിക മാഡം രാജു പേടിക്കണ്ട. തൽക്കാലം രാജുവിനെ മൊട്ടയടിക്കാനൊന്നും അല്ല ഞാൻ നേർന്നിരിക്കുന്നത്. പിന്നെ എന്റെ അമ്മോ, എന്തൊരു ഭാരം! ഇതാ കടയിൽ നിന്ന് ചുമന്നോണ്ട് വന്നേ എന്റെ നടുവൊടിഞ്ഞെന്നാ തോന്നുന്നേ. എനിക്ക് വേണ്ടി ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ എങ്ങനെയാ രാജു? അതും എന്റെ പിറന്നാളായിട്ട്. ശരി, ആ ചാക്കിന്റെ കെട്ടഴിക്ക്. അല്ല മാഡം, ശരിക്കും എന്തിനാ ഈ നേർച്ച? അത് പറഞ്ഞില്ലല്ലോ. അയ്യോ, മനസ്സിനുള്ളിൽ നേർന്ന നേർച്ചയാ. പുറത്ത് പറഞ്ഞ ഫലം ഉണ്ടാവോ? അല്ല, രാജുവിനോടല്ലേ പറയുന്നേ, അതിനെന്താ കുഴപ്പം അല്ലേ? ഞാൻ ഈ നേർച്ച നേർന്നത് എക്സാമിന് ജയിക്കാനും പിന്നെ ഞാനും അച്ഛനും തമ്മിലുള്ള അകലം കുറയാനുമാ. ഞാൻ ഈ നാളികേരം ഉടയ്ക്കുമ്പോ എന്റെ മനസ്സിലെ ആഗ്രഹങ്ങളുടെ മുന്നിൽ തടസ്സമായി നിൽക്കുന്ന എല്ലാ വിഘ്നങ്ങളും ഈ നാളികേരം മുടയുന്നത് പോലെ ചിതറണം. എല്ലാം മാഡത്തിന്റെ ആഗ്രഹം പോലെ നടക്കും. മാഡം നാളികേരം ഉടയ്ക്കും. പിടിക്ക്. ദൈവമേ കാത്തോളണേ. അയ്യോ രാജു, എന്തെങ്കിലും പറ്റിയോ? വേദനിച്ചോ? പിന്നെ വേദനിക്കാതെ ഒരു പീസ് തേങ്ങാ കഷ്ണം എടുത്ത് മാഡം സ്വന്തം തലയിൽ എറിഞ്ഞു നോക്ക്. അപ്പൊ അറിയാം വേദനിക്കൂല്ലെന്ന്. അറിയാതെ പറ്റിയതല്ലേ. സോറി രാജു. മാഡം തേങ്ങ ഉടയ്ക്ക്. ഞാനേ കുറച്ച് അങ്ങോട്ട് മാറി നിന്നോളാം. മാറി നിൽക്കാതെ തേങ്ങ എടുത്തതാ രാജു. ദൈവമേ, എല്ലാ തടസ്സങ്ങളും മാറണേ. ഞാൻ മടുത്തു. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ മാഡം? മടിച്ചു നിൽക്കാതെ ഈ തേങ്ങ എല്ലാം എടുത്ത് ഉടച്ചു തീർക്ക്. നേർച്ച പൂർണ്ണമായാലല്ലേ വിചാരിച്ച ഫലം കിട്ടുള്ളൂ. ഞാൻ തേങ്ങ ഓരോന്നോരോന്നായിട്ട് രാജുവിന്റെ കയ്യിലെടുത്തു തരാം. രാജു ഉടക്കി. ഏയ്, അത് പാടില്ല. മാഡം തന്നെ ഉടയ്ക്കണം. ആണോ? ആ ശരി. ദൈവമേ, കാത്തോളണേ. രാജു, ആ തേങ്ങ രാജു ഉടക്കി. അത് അവസാനത്തെ തേങ്ങയല്ലേ? അത് നടക്കില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ. പറ്റില്ല, രാജു തന്നെ ഉടയ്ക്കണം. കാരണം ഈ നേർച്ച രാജുവിനും കൂടി ഉള്ളത്. എനിക്കോ? അതെ. രാജു എനിക്ക് വേണ്ടി അറസ്റ്റിലായപ്പോഴാ ഞാൻ ഈ നേർച്ച നേർന്നത്. രാജുവിന് ഒരു പ്രശ്നവും വരാതെ രാജു പോലീസിന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടണമെന്ന് പ്രാർത്ഥിച്ച 101 തേങ്ങ ഉടച്ചേക്കാന്ന് ഞാൻ നേർച്ച നേർന്നത്. എന്താ മേഡം ഈ പറയുന്ന? അതെ, എനിക്ക് വേണ്ടി രാജു അറസ്റ്റിലായപ്പോ എനിക്ക് എന്തുമാത്രം വിഷമമായെന്ന് രാജുവിനറിയോ? അപ്പൊ പിന്നെ എക്സാമിന് ജയിക്കണം, വർമ്മസാറായിട്ടുള്ള പ്രശ്നം തീരണം എന്നൊക്കെ പറഞ്ഞാണ് നേർച്ച നേർന്നെന്ന് പറഞ്ഞോ? അതൊക്കെ എന്റെ ആഗ്രഹങ്ങളല്ലേ രാജു. അതിലും വലുതല്ലേ എനിക്ക് വേണ്ടി വലിയൊരു ത്യാഗം ചെയ്ത ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും നേർച്ച നേർന്ന് അത് നിറവേറ്റുന്നതും.
ഋതിക മാഡത്തെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ചിലപ്പോഴൊക്കെ മാഡത്തിന്റെ മുൻകോപവും പെരുമാറ്റമൊക്കെ എന്നെ വിഷമിപ്പിക്കാറുണ്ട്. പക്ഷെ അതേ മാഡം തന്നെ ഇങ്ങനെ കരുണയോടെ പെരുമാറുമ്പോ എന്താ പറയേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. രാജു ഒന്നും പറയണ്ട. വാ, ഈ തേങ്ങ നമുക്ക് ഒരുമിച്ച് ഉടയ്ക്കാം. രാജു, ഈ തേങ്ങയ്ക്കുള്ളില് പൊങ്ങുണ്ടായിരുന്നു. ഐശ്വര്യവും ദേവീ കടാക്ഷവും. നിങ്ങക്ക് നല്ലത് വരും മക്കളെ. ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ചുടച്ച ഈ നാളികേരത്തിലുണ്ടായിരുന്ന ഈ പൊങ്ങ് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലെ ഐശ്വര്യത്തിന്റെ പ്രതീകമായി ദേവി തന്ന സൂചനയാ മക്കളെ. നിങ്ങൾക്ക് സന്താന സൗഭാഗ്യം ഉടനെ ഉണ്ടാവും കേട്ടോ. ധൈര്യമായിരിക്കെ. അല്ല മുത്തശ്ശി, അതിന് ഞങ്ങള് ഭാര്യ ഭർത്താക്കന്മാരൊന്നും അല്ല. പക്ഷേ നിങ്ങളെ കണ്ടാൽ അങ്ങനെ പറയില്ല. മുത്തശ്ശി നിങ്ങളോടൊരു കാര്യം പറയാം. ഇന്നതിന്നാർക്ക് ചേരണോന്ന് ജനന സമയത്തെ ദൈവം തീരുമാനമെടുക്കും. ചിലപ്പോ ഒരുമിച്ച് ചേരേണ്ടത് നിങ്ങളാണെങ്കിലോ ആർക്കറിയാം, അല്ലേ? അയ്യോ മുത്തശ്ശി. അല്ല. ഇത് രാജു, എന്റെ അടുത്തൊന്ന് കുറച്ച് മാറി നിന്നേ. ഓ ശരി മാഡം, മതിയോ? മതി മതി. അല്ല മാഡം, ക്ഷേത്രത്തിൽ കുറച്ചു നേരം ഇരുന്ന് പഞ്ചാക്ഷരി മന്ത്രം ഉരുവിട്ടിട്ട് പോയാ മതിയെന്നല്ലേ തിരുമേനി പറഞ്ഞ? ആ അതെ. പക്ഷേ നമുക്ക് ഒരുമിച്ചിരിക്കണ്ട. ആ മുത്തശ്ശി വീണ്ടും വന്ന എന്റെ ദൈവമേ, എനിക്ക് ഓർക്കാൻ കൂടി വയ്യ. നമുക്കേ കുറച്ച് ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യാം. ശരി മാഡം. ദിവ്യേ, ദിവ്യേ, നീ ഇതെവിടെയാ? ദിവ്യ, എന്താ മാഡം? എന്തിനാ എന്നെ വിളിച്ചേ? നീ ഇതെവിടെയായിരുന്നു? ഞാൻ കിച്ചണിലായിരുന്നു മാഡം. ദിവ്യേ, നിനക്കറിയാലോ, ഇന്നെന്റെ അനന്തരവളുടെ പിറന്നാളാ. വീടൊക്കെ വൃത്തിയാക്കിയോ നീ? രാവിലെ തന്നെ വൃത്തിയാക്കി മാഡം. അതെ, ഒരു മംഗളകർമ്മം കൂടി നടക്കാൻ പോകുന്ന ദിവസാ ഇന്ന്. വെറുതെ വീടൊക്കെ വൃത്തിയാക്കിന്ന് പറഞ്ഞാ പോരാ, ഓരോ മുക്കും മൂലയും ഞാൻ ശ്രദ്ധിക്കും. കണ്ണാടി പോലെ തിളങ്ങണം ഈ വീട്. അത് മാത്രമല്ല, ഇന്നിവിടെ വരുന്ന അതിഥികൾക്ക് ഒന്നിനും ഒരു കുറവും വരരുത്. ആഹാരം ഗംഭീരമാക്കണം. എന്തിനെങ്കിലും ഒരു കുറവ് വന്നാ അറിയാലോ. ഒന്നിനൊരു കുറവ് വരില്ല മാഡം, എല്ലാം ഞാൻ നോക്കിക്കോളാം. നീ ചെല്ലേ. രാവിലെ തന്നെ ഭയങ്കര പെർഫോമൻസ് ആണല്ലോ. എന്തിനുള്ള പുറപ്പാടാണോ എന്തോ. പതിയെ പറയേ, കേട്ടാ പിന്നെ ഇന്നത്തേക്ക് അത് മതി. എന്തോ വലിയ ഉദ്ദേശം മനസ്സിലുണ്ടെന്ന് തോന്നുന്നു. നിങ്ങളെന്താ അന്യന്മാരെ പോലെ മാറി നിന്ന് പിറുവിറുക്കുന്നേ? പോയി എല്ലാരും വേഗം റെഡിയാവാൻ നോക്ക്. ചെല്ലേ. ശരി ചേച്ചി. ആ പ്രതാപ, എന്താ ചേച്ചി രാവിലെ തന്നെ വലിയ ഉത്സാഹത്തിനാണല്ലോ. എന്താ കാര്യം? ഇന്ന് ഋതുമോളുടെ പിറന്നാളല്ലേ? പിറന്നാൾ ആഘോഷത്തിന് ഒന്നിനും ഒരു കുറവും വരാൻ പാടില്ലല്ലോ. രാവിലെ തന്നെ എല്ലാവർക്കും വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയായിരുന്നു ഞാൻ. ഒരാൾ ജനിച്ച ദിവസം, മറ്റൊരാൾ പടിയിറങ്ങിപ്പോയ ദിവസം, വേറൊരാൾ എന്നേക്കുമായി അന്ധകാരത്തിലേക്ക് തള്ളപ്പെട്ട ദിവസം. ഇന്ന് അവളുടെ പിറന്നാളായിരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ജീവിതത്തിലെ ഏറ്റവും മോശമായ ദിവസം ഇന്ന്.
എ ബ്ലാക്ക് ഡേ. പ്രതാപ, ഈ ഒരു ദിവസത്തേക്ക് നീ ഇതൊന്നും ഓർക്കരുത്. വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ദിവസം സംഭവിച്ചതിനെ കുറിച്ച് ഓർത്ത് ഇതുവരെ ഋതുമോളുടെ പിറന്നാൾ ആഘോഷിക്കാൻ നീ സമ്മതിച്ചിട്ടില്ല. ഈ വീട്ടിലെ എല്ലാവരും അതൊക്കെ എന്നേ മറന്നു കഴിഞ്ഞു. നിങ്ങളൊക്കെ അത് മറന്നു കാണും. പക്ഷേ എല്ലാ ദിവസവും ഏതെങ്കിലും രൂപത്തിൽ ആ നശിച്ച ദിവസത്തിന്റെ ഓർമ്മകൾ എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുക. വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ദിവസം എന്റെ മനസ്സിനെ മരവിപ്പിച്ച് കടന്നുപോയ ആ സ്ത്രീയുടെ ഓർമ്മകൾ, ഞാൻ അങ്ങേയറ്റം വെറുക്കുന്ന ഓർമ്മകൾ, തേച്ചാലും മാച്ചാലും മായാത്ത മറയാത്ത ഓർമ്മകളായി എന്റെ ഹൃദയത്തിൽ തന്നെ ഉണ്ട്. പോയവരൊക്കെ പോട്ടെ പ്രതാപ. നിന്റെ ഒപ്പമുള്ളവരാണ് നിന്റെ ബന്ധങ്ങൾ, അവരാണ് നിന്റെ സ്വന്തങ്ങൾ.